വയനാട് സുൽത്താൻ ബത്തേരി ബീനാച്ചിയിൽ KSRTC ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ച കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണം. പോലീസ് കൺട്രോൾ റൂം വാഹനത്തിലാണ് മർദ്ദിച്ച 4 പേരെയും സ്റ്റേഷനിൽ എത്തിച്ചതെന്ന് കണ്ടക്ടർ റിയാസ് പറഞ്ഞു. സ്റ്റേഷനിലെത്തിയ പ്രതികളുടെ പേരുവിവരങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ സംശയിക്കുന്നുവെന്നും റിയാസ് ന്യൂസ് മലയാളത്തോട് പറയുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ഈവനിംഗ് മലയാളം ഇവിടെ പൂർത്തിയാവുകയാണ്. ശേഷം ന്യൂസ് പ്ലസുമായി ലക്ഷ്മി പത്മ ചേരും. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് സുൽത്താൻ ബത്തേരി ബീനാച്ചിൽ വെച്ച് KSRTC ബസ്സിൽ കയറി 4 യുവാക്കൾ കയറിയ ഒരു അതിക്രമം കാണിക്കുകയും കണ്ടക്ടറെയും ഡ്രൈവറും എല്ലാം മർദ്ദിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നത്. വലിയ രീതിയിൽ മർദ്ദനം നടക്കുകയും അതേസമയം തന്നെ ഈ 4 പേർക്ക്, അതായത് കണ്ടക്ടറെയും ഡ്രൈവറും മർദ്ദിച്ച പ്രതികൾക്കെതിരെ കേസെടുത്തെങ്കിൽ പോലും അവരുടെ ഒരു വിവരങ്ങൾ പോലും പോലീസിന്റെ അടുത്ത് ഇല്ല എന്നുള്ളതാണ് വലിയ വിരോധാഭാസമായ ഒരു കാര്യം. ഇവരെ കൺട്രോൾ റൂമിന്റെ അതായത് പോലീസിന്റെ കൺട്രോൾ റൂം വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് ഇവരുടെ ഒരു പേര് വിവരം പോലും ഇല്ലാതെ FIR അടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങിയത്. അറിയാത്ത 4 പേരെന്നാണ് FIR പേരുള്ളത്. അപ്പം അവരെ പേര് അറിയാത്ത സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അതോ പോലീസ് സ്റ്റേഷനിൽ അവരെ കൊണ്ടുപോയിരുന്നോ? നമ്മൾ ബസ്സിൽ ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ബസ്സിലുള്ള യാത്രക്കാരും അതേപോലെ തന്നെ അവിടെ ഓടിക്കൂടിയ നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടാണ് പോലീസ് വരുന്നവരെ ഇവരെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് പിടിച്ച് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കി, സുൽത്താൻ ബത്തേരി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ മുറ്റത്ത് എത്തുന്നവരെ ഞങ്ങൾ അവിടെ ഉണ്ട്. അതിന്റെ തൊട്ട് പുറകെയാണ് ഞങ്ങളും ബസ് കയറ്റി ചെല്ലുന്നത്. ബസ് ഞങ്ങൾ അവിടെ ചെന്ന് ഞാനും ഡ്രൈവറും അകത്തേക്ക് കയറി. അപ്പോൾ ആ സമയത്ത് ഇവർ പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഇവർ തന്നെയാണോ എന്നുള്ളതൊക്കെ ചോദിച്ചു. ആന്ന് പറഞ്ഞു ചെയ്തു. ഞങ്ങളവിടെ പിന്നെ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ഇവർ കുറഞ്ഞ സമയം അവിടെ പുറത്തുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യുമ്പോൾ ഒന്നും ഇവരെ പേരോ കാര്യങ്ങളോ ഒന്നും അവിടെ എവിടെയും റെക്കാർഡിക്കലായിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 2:15 മണിയോളായിട്ടുണ്ട് വെളുപ്പിന്. ആ സമയത്ത് പിന്നെ ഞങ്ങൾ ഇവരോട് ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും ഞങ്ങളോടൊന്നും പറയുന്നില്ല. പിന്നെ അവരെ അപ്പോഴാണ് ഇവർ പുറത്ത് വരുന്നുണ്ടോ നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് അവിടെ പ്രതികളില്ല. ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഒരു ശ്രമം അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് അങ്ങനെ സ്വാഭാവികമായിട്ടും തോന്നിപ്പോവുകയാണ്. കാരണം അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു ഇത് വരില്ലല്ലോ. നോർമലായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു നിസ്സാര കേസിൽ കൊണ്ടുവരുന്ന ഒരു പ്രതിയാണ്. ഇനിയിപ്പോൾ പ്രതി വേണ്ട, നോർമലി ഒരു അടിപിടി കേസ് ഉണ്ടായ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകൾ, എന്തായാലും ഒരു കൂട്ടം ആളുകളെ പിടിച്ചുകൊണ്ടായാലും അവരുടെ പേരും കാര്യവും എഴുതി വെക്കുന്ന ഒരു കീവാക്കം ഉണ്ടാവുമല്ലോ, അതുപോലും അവിടെ അവർ രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇവര് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അപ്പം അവർക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അവരെ രക്ഷപ്പെടുത്തി അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവും, അല്ലാതെ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊന്നും നടക്കുമല്ലോ. ഇപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം FIRൽ പ്രതികളുടെ പേരില്ല എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ചെറിയൊരു അടിപിടി കേസ് ഉണ്ടെങ്കിൽ പോലും പേര് രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതി പോലീസുണ്ട്. പക്ഷേ ഇതിൽ പ്രതികളുടെ ഒരാളുടെയും പേര് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അവർ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി കോടതിയിലടക്കം പോകുന്നുണ്ട്. അത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇടപെട്ടെന്ന ഒരു സംശയം കൂടിയാണ് ജീവനക്കാരടക്കം പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ റെന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.